हेलो। तेरी आंखों की खजाने में छिपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. ഹലോ, നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്നൊരു പാവം ജിന്ന. നിങ്ങൾ ബേജാറാവില്ലെന്ന് വെറുതെ ഒന്ന് കളറാക്കാൻ പറഞ്ഞല്ലേ. ഞാനാ പണ്ടോട് താമസിച്ചിരുന്നത്. നമ്മൾ ഈ ഭൂമിയിലൊക്കെ തന്നെ ഉണ്ടെന്ന് ശരിക്കും എവിടാന്ന് ചോദിച്ചാ എനിക്ക് എന്നെ വലിയ പിടിയില്ല. ഈ കാലെന്നെ കൊണ്ട് അങ്ങ് പോവുക, അതേ കയറി ഞാനും അങ്ങ് പോവുക. ഇവിടെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എത്ര പെട്ടെന്ന് മാറ്റണം. അതൊന്നും എന്റേതല്ല, ധൈര്യമായിട്ട് മാറ്റിക്കോ. ഞാനവിടെ താമസിക്കുമ്പോ എന്റെ കൂടെ താമസിച്ചവരൊക്കെ ഇപ്പൊ നിങ്ങളവിടെ താമസിക്കുമ്പോ അതെല്ലാം നിങ്ങളുടെ വേണമെങ്കിൽ എടുക്കാം, ഇല്ലേ കളയാം. സഹിയാണ്. എനിക്ക് നിങ്ങളുടെ സാധനങ്ങളും വേണ്ട, നിങ്ങളുടെ സാഹിത്യം കേൾക്കണ്ട. ഇതൊക്കെ എടുത്തോണ്ട് പോയാൽ മതി. അതൊന്നും നിങ്ങൾ ഉപദ്രവിക്കൊന്നുമില്ല. അതല്ല, ഞാൻ തന്നെ ഒന്നെടുത്ത് മാറ്റണമെങ്കിൽ കുറച്ചൊന്ന് കാത്തിരിക്കണം. നാളെ രാവിലെ വരെ ഞാൻ വെയിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. ഞാനൊരു കഥയുടെ ബാക്കി ഇവിടുന്ന്. എന്താടി ഇത്? നീ ഇവിടെ മ്യൂസിക് പഠിക്കാൻ വന്നാണോ അതോ കഥ വായിക്കാൻ വന്നാണോ? ആ കുരുവിള എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാൾക്ക് ഇവിടുന്ന് തന്നെ നമ്പർ കിട്ടിയത്? നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. നീ ആ കഥയും കുരുവിളയൊക്കെ വിട്ട് ചുമ്മാ ഹാപ്പി ആയിട്ടിരിക്കും. കുരുവിള വിടാം, പക്ഷെ കഥ കൊള്ളാം. ഈ കഥയും ജീവിതം എന്നൊക്കെ പറഞ്ഞ രണ്ടും രണ്ടാ കേട്ടോ. അതെ, ബോട്ട് പോകും. ചേച്ചി രക്ഷി, ചേച്ചി മാറരുത്. ഏതാ പെർഫ്യൂം ചേച്ചി? വാന്നേ, വാ, എന്നെ പിടിച്ച് കൈ പിടിച്ച് വാ, വാ. ഇത് പൊളി മച്ചാനാണ്. മച്ചാനിൽ ഒരു കലക്ക സ്കൂട്ടർ ഉണ്ടായിരുന്നു. സ്പെയിനിൽ നിന്നൊരു സാഹിബിന് വേണ്ടി ഞാനൊരു പ്രാവശ്യം വണ്ടിക്ക് വില പറഞ്ഞു നോക്കിയതാ. എന്റെ പൊന്നോ, എങ്ങനെ സ്കൂട്ടായെന്ന് ആ പ്രാന്തം കുരിച്ചിന് മാത്രമേ അറിയുള്ളൂ. ഇയാളെ തപ്പിത്തരാവോ? തപ്പാനാ? കണ്ടുപിടിച്ചരാവോ? എന്റെ സിസ്റ്ററെ, ഇതൊന്നും നമ്മുടെ റൗസറിക്കുന്ന ടീമല്ല. ഇതില് ആരെങ്കിലും മനസ്സിലായോ? ഇതെന്താണ് ആട് സ്പൈക്കാ? ഇയാൾ നമ്മുടെ ആടകുട്ടിക്ക് പോലെ ഉണ്ട് കേട്ടാ. പിന്നെ ഇത് നല്ല പരിചയമുണ്ട്, പക്ഷെ ഫോക്കസ് അങ്ങോട്ട് കിട്ടുന്നില്ല. കിട്ടും കിട്ടും കിട്ടാൻ അവിടെ പോരാ. ഇതാണ് വീട്. അപ്പൊ ശരി, ഞാൻ നിൽക്കണില്ല. ജർമ്മനിയിൽ ഒരു ടീം വെയിറ്റ് ചെയ്യണം. അപ്പൊ കാണാം. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതിന്റെ കുറെ ബുദ്ധിമുട്ടുണ്ടായില്ലേ. റാഹിയ, വെള്ളം. പിന്നെന്താ കാണണോന്ന് പറഞ്ഞത്? അത് ഉസ്മാനിക്ക, ആ മുറിയിൽ നേരത്തെ താമസിച്ചതാരാ? അതൊരു ജിന്നാണ് മകൻ. അതാണ് ഞാൻ മുറിയൊക്കെ ഒന്ന് വെടിപ്പാക്കിയിട്ട് കേറിയാ മതി എന്ന് പറഞ്ഞത്. ബാധ കയറിയല്ലേ? അത് താങ്ക്സ്. എനിക്ക് അവിടുന്ന് ഒരു കോമിക്, ഒരു കഥ കിട്ടിയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി എന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി. അല്ല, ആളെ ഒന്ന് കണ്ട. കഥയുടെ ബാക്കി തപ്പി നടക്കാൻ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ദേ, മൂപ്പര് ഇവിടെ വന്നപ്പോൾ മരച്ചിട്ടിട്ട് പോയതാ. ഇതിന്റെ ബാക്കി എന്താന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, മൂപ്പരോട്ട് പറഞ്ഞിട്ടുമില്ല. ഇത് പാത്തുമ്മാന്റെ വീട്. ഉമ്മക്കുൽസുന്റെ വീട് എവിടെയാ? ഉമ്മക്കുൽസുന്റെ വീടല്ലേ? ആ, ഇപ്പൊ ശരിയാക്കി തരാം. എവിടെയുണ്ടെന്നറിയോ? അത് മാത്രം ചോദിക്കരുത്. വിചാരിക്കാതിരിക്കുമ്പോ ഒരു വരവ് വരും, അതാ പതിവ്. എപ്പോഴാന്ന് മാത്രം പറയാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴി? വിളിക്കാൻ ഫോണോ കത്തെഴുതാൻ വിലാസമോ ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും വന്നാൽ ഡേവിഡിന്റെ വീട്ടിൽ വരും. അവിടെ ടച്ച് ചെയ്തിട്ടേ വേറെ എങ്ങോട്ടെങ്കിലും പോകും. പള്ളിമേടയുടെ തട്ടുമ്പുറത്ത് മാലാഖമാരുണ്ടെന്നും പറഞ്ഞേ
കൊച്ചിലെ തപ്പിപ്പോയ ആളാ നീ. അങ്ങനെ അല്ല എന്റെ രാഹേലെ, ഇതെല്ലാം നല്ല ഉഗ്രൻ സ്കെച്ചുകളാ. പിന്നെ ഞാൻ താമസിക്കുന്ന റൂമും അയാളും ആ കള്ളനൊക്കെ തന്നെയാ ഈ കഥയിലുള്ളത്. തപ്പി തപ്പി ഒരുപാട് ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ. നിന്റെ ആങ്ങളെ വിളിച്ച് നമ്പർ ചോദിക്കുന്നു. അയ്യോ, അതിപ്പോ കൊടുത്തേക്കല്ലേ, ഞാൻ പറയാം. ഞാനിപ്പോ ഒരാളെ കാണാൻ പോവാ, ശല്യപ്പെടുത്തരുത്. ഓ ശരി. മിസ്റ്റർ ഡേവിഡ്, അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോൾ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുമോ? ആളുകളെ നീ കൂടുതൽ സംസാരിക്കരുത്. എടോ പണിക്കർ ഡോക്ടറെ, അവന്റെ ബർത്ത്ഡേ അവന്റെ രീതിയിൽ അങ്ങ് ആഘോഷിക്കും. നീ മിണ്ടരുത്, നീ നേരെ ആവത്തില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അവൻ ചാവാത്താന്നോ അതോ ചത്തോന്ന് പറഞ്ഞ് പരസ്യം അവൻ ചത്ത് കാണാനുണ്ടോ എനിക്ക്? മുതിർന്ന ആൾക്കാരൊക്കെ എങ്ങനെ തുടങ്ങിയാലോ? സമാധാനായിട്ട് കുടിക്കേ തിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അസെ സ്വന്തം മരണം കേട്ടറിഞ്ഞു വരുന്നവരെ കാണാനുള്ള ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ഇട്ടതല്ലേ പരസ്യം. ഒരു മരണക്കളി ശരിക്കും അടാറ് പരിപാടിയായി പോയി. ഞാനങ്ങ് ത്രില്ലടിച്ചിട്ടെ ജയന്റ് വീലിൽ കയറിയ ഫീലായിരുന്നു. നമ്മൾ ഡെഡ് ബോഡി ആയാൽ ഏതൊക്കെ ബോഡീസ് കാണാൻ വരുമെന്ന് ഒരു സെൻസസ് എടുത്താൽ പിടികിട്ടും. പക്ഷെ പിടി കിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ. വെണ്ണിമലയെന്ന് കത്രീനാമ വന്നിരുന്നു. ഒട്ടും വയ്യ. സുന്ദരി കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 83. കൊച്ചുമോനെയും കൂട്ടിയാ വന്ന്. പിന്നെ ദാസ്, കണ്ണ് കാണാൻ വയ്യ, ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരൻ തീവണ്ടി ദാസ്. പിന്നെ എന്മകജയെന്ന് ചന്ദ്രൻ. എല്ലാവരും ഇഷ്ടം പോലെ തല്ലി. ഇനി അടി കിട്ടാൻ ഈ ബോഡിയിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. സ്നേഹം കൊണ്ടാ അസേ, നിങ്ങളെപ്പോലെ എല്ലാവർക്കും മുഴിഞ്ഞ സ്നേഹ. ഇനി പറ, ചത്തുപോയ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? വിഷം പിടിച്ചത് ഞാൻ എന്നാ തരണ്ടേ? പറ, ഇനി അടിക്കണം. അടിച്ചോ. കുറെ ആളുകൾ വന്നു. വന്നവരൊക്കെ അവൻ തന്നെ വാറ്റിയ ഡ്രിങ്കും അടിച്ച് വെളുക്കം വരെ പാട്ടും തീനുമായിരുന്നു. സെലിബ്രേഷൻ ഓഫ് ഡെത്ത്. എന്താ പേടിച്ചു പോയോ?
അപ്പോ അവൻ താമസിച്ചെടുത്താ താമസം അല്ലേ? ഓക്കെ. അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ചിലർ ബെൽജിയത്തിൽ നിന്ന്, ചിലർ ബാംഗ്ലൂരിൽ നിന്ന്, ചിലർ ഓഫണേജിൽ നിന്ന്. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു. പക്ഷെ ആദ്യമായിട്ടാ ഒരു പെങ്കൊച്ച അവനെ അന്വേഷിച്ചു വരുന്നത്. അതെ, ഇങ്ങനെ ഒരു ഇൻസൈൻ പാർട്ടി തപ്പി നടക്കുന്ന വിവരം അവൻ അറിയോ? അറിയില്ല. Listen here. ഇത് ഞാനാ, പക്ഷെ ഞാനല്ല. ഇത് മറ്റവനാ. എത്രയാണ് കാശ് അവർ തന്നു. നിന്നോടല്ലടാ പന്നി പറഞ്ഞ് എനിക്ക് അവനെ അറിയാൻ പാടില്ല. ഇറച്ചിമ മണ്ണോട്ടണി വിട്ടുപോടാ. സോറി സോറി, അയാളൊന്നും ചെയ്യല്ലേ. എനിക്കായിരുന്നു ആളെ കാണണ്ടേ. സോറി ചേട്ടാ, പ്ലീസ് പ്ലീസ്. ആളിവിടെ നിന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അന്വേഷിച്ചെത്തിയതാ. സോറി. ഞാൻ അയാളെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ 50 പെരുന്നാളിൻ്റെ അന്ന് രാത്രി. ഞാൻ വിട്ടു. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ വയലപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിയും. ഞാൻ പത്രോസിനെ വിളിക്കും. എന്താണ് വേണ്ടേ? എനിക്ക് പത്രോസിനെ വേണം. എനിക്ക് പോണെന്ന്. എങ്ങോട്ട്? എനിക്ക് ദൂരെ പോണോ? അത് പറയണ്ടേ? പത്രോസേ, നീ പാറമേലോ പറമ്പിലോ പോയി തൂറ്. എന്റെ കത്തി തൂറ എന്നാത്തിനാ കത്തി? വെള്ളം പോരായോ? പെട്ടെന്നല്ലേ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒട്ടും പതിരുകളില്ല, വെറുമൊരു വിരുദിനു തറുതല പറയരുത് മുതിരരുതേ. ഒന്നുകൂടി. ഹരിതിരികളേരിതിരികളേരിതിരികളേകിലരുതരി ഒന്നിൻ 20 പട്ടിനി വരുമത് പഴമൊഴികൾ തന്നെ മേടിച്ചിരുതേ. ഇനി അമ്മച്ചൊന്ന് പഠിക്കും. ഇനി നമ്മുടെ അന്നമ്മ പാടും. പഠിക്കും. കരുതരി കളയരുത്, കരുതരി കളയരുത്. ഇനി ചേട്ടൻ ഒരു മാജിക് കാണിച്ചു. ഇതാ ഡൈസ. ഇത് ആപ്പിളില്ലയോ?
പിടിക്കടാ. ആ പത്രോസ് ഹാപ്പിയല്ലേ? അപ്പൊ അടുത്ത അമ്പ് വരുന്നതാണ് മോടെ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് ഒന്നിച്ച് പള്ളിപ്പോ കേട്ടറി. എന്റെ പത്രോസേ വാ. അപ്പം പോവാണോ? ഞങ്ങൾ പോയിട്ട് പോരാം. മോൾ ഉറങ്ങിക്കോ. സാറേ വണ്ടി ഒന്ന് നിർത്തിക്കേ. ആ നിർത്ത്. സാറേ ഇത് അങ്ങാട് പിടിച്ച് മത്സ്യനെ കാണണം, മാനത്തണ്ണി കാണണം എന്ന് പറഞ്ഞിട്ട് പാതിരാക്കി കടൽ കാണിക്കാൻ ഇറങ്ങിയതേ കട്ടിരമ കിടക്കണ കൊച്ചിനോർത്തിട്ടാണ്. എന്നിട്ട് എന്നോട് ഇമാര് ഉച്ചാണ്ടി പണിക്ക് കയറിട്ടെ സാറേ. സാറിന് ഒറ്റാൽ വെക്കണമെങ്കിൽ ലോഡ്ജിന് പോയി റൂം എടുക്കുന്നേ. പത്രോസിന് പ്രശ്നം ഇപ്പം എന്നാ? കാറിലിരിക്കുന്ന ആ കുട്ടിയാണോ? അത് നമ്മുടെ സ്വന്തം കുട്ടിയാണ് പത്രോസെ. പത്രോസും സ്വന്തം കുട്ടിയായിട്ട് കണ്ടാൽ മതി. നടക്കൂല്ലേ സാറേ? സാറ് അങ്ങാട് പിടിച്ചേ. പത്രോസിനെ ദീനം പിടിച്ച കുഞ്ഞ്. അപ്പം എനിക്ക് നക്ഷത്രങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ പത്രോസ് എന്നായി? ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുക്കത്തില്ലായിരുന്നു. അതുപോലെ ഉള്ളൂ ഈ കുഞ്ഞിനെ നടുക്കടലിൽ പോകണമെന്നും മത്സ്യകന്യയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളായിട്ട് അതങ്ങ് സഹായിച്ചു കൊടുക്കണ്ടായി. ഒരു ചെറിയ ആഗ്രഹം. എൻ്റെ സാറേ 10-16 വർഷമായി ഞാൻ ഈ കടലിൽ പോകാൻ തുടങ്ങിയിട്ട്. ഞാനിതുവരെ മത്സ്യകന്യനെ നീ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടാലോ? എൻ്റെ സാറേ ഇതൊക്കെ വെറും തോന്നലല്ലേ? എല്ലാം ഓരോ തോന്നലല്ലേ പത്രോസേ? താനും ഞാനും ഒക്കെ ആരുടെങ്കിലൊക്കെ തോന്നലാണെങ്കിലോ? ഇതാ നോക്ക്, കരയിലിറങ്ങി വന്നിരിക്കുന്ന മത്സ്യകന്യക. എന്താ ലുക്ക്! വാ. ഇത് പത്രോസ്, ഇത് ക്യൂൻ മേരി. ഒന്ന് പോ സാറേ, എന്റെ പേര് മറിയം. ഈ സാറാ എന്നെ കൂനിമേരി എന്ന് വിളിക്കുന്നത്. എന്റെ പേര് മത്തായിന്നാണ്. സാറേ ഉപ്പ് നോക്കണേ. ഉപ്പിന്റെ നടുക്ക് കിടക്കുമ്പോ ഉപ്പ് എന്തിനാണ് എന്റെ ഉപ്പേ? അല്ല ഇതിപ്പോ എന്താണ് പാതിരക്ക് കടല് കാണണമെന്നൊരു പൂതി? ഓ അതൊക്കെ ഈ സാറിന്റെ ഒരു കാര്യമാണ്. രൂപത്തിനെ കടൽ കാണിക്കാൻ കൊണ്ടുപോകണ പോലെ എന്നെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മുടെ അടുത്തൊരു ഡയലോഗ്. അത് കേട്ടോണ്ട് നമ്മളിരിക്കുവോ? പൊക്കിയെടുത്തോണ്ട് അതിലെ പൂതരായിക്ക് പോകുന്നത്. ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുക പത്രോസേ. ഭയങ്കര നാണക്കാരിയാ. അയ്യോ നോക്ക് സാറേ, മത്സ്യകന്യക. അതെ, അത് കടല് കാണിക്കാൻ കൊണ്ടുപോണ രൂപമാണ്. അതിങ്ങനെ കടല് ചുറ്റും കരയിലും വെള്ളത്തിലുള്ളവരെ തുണച്ചോണേന്ന് കർത്താവ് കടലിനോട് പറയണം. പിന്നെ മീനിനോടും പറയും വലയിലോട്ട് കയറി ചെല്ലണം. കർത്താവ് പറഞ്ഞാലേ കടല് കേൾക്കത്തുള്ളൂ. സാറേ ഇവരെ ഏതാണ്? അവരാണ് മഗ്ദലേനക്കാരി മറിയം. അപ്പൊ സാറ് ക്രിസ്തുവാണോ? സമയം എത്രയായി? കണക്ക് വെച്ച് നോക്കിയാൽ 16 ഭാഗം പോന്നിട്ട് 12 മണിയായിട്ടുണ്ട്. കൃത്യം കൃത്യം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ കത്തിയെടുക്ക്. വാ വന്നേ വന്നേ. മേരി മേരി കുട്ടി എഴുന്നേറ്റേ. പത്ത് കത്തി എടുത്തേ. ആ കത്തി അങ്ങോട്ട് പിടിച്ചേ. കത്തി എടുക്ക്. പ്രിയപ്പെട്ടവളെ, ക്ഷീണമില്ലാത്ത തിര പോലെ ജീവിക്കുക, കടലിനെ പോലെ ആയുസ്സുള്ളവളാവുക. ഇനി ആ കേക്ക് കട്ട് ചെയ്തേ. ആ മീൻ കേക്കാണ്. കട്ട് ചെയ്തോ? എന്താണ് മേരി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മേരി, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേരി ചാടിയന്റെ പുറകെ അയാൾ എടുത്ത് ചാടി. ചൂണ്ട വലിക്കും പോലെ ഒറ്റ വലിക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോണ കടലാണ്. അവള് തീരാൻ തന്നെ ചാടിയതാണ്. എവിടെ കിട്ടാനാണ്? കുറെ നേരം കഴിഞ്ഞ് അയാൾ നീന്തി കയറി വന്ന് ഒന്നും മിണ്ടാതെ
ബോട്ടിന്റെ തുഞ്ചത്ത് പോയി കിടന്ന് കുറെ നേരം കരഞ്ഞു. ആദ്യമായിട്ടും അവസാനമായിട്ടും അന്നാണ് ഞാൻ അയാളെ കാണുന്നത്. ഈ പടമൊക്കെ എപ്പോൾ അയാൾ വരച്ചാണെന്ന് എനിക്കറിയാൻ പാടില്ല. വാ, എൻ്റെ മോളാണ്. ഇവളിടയ്ക്ക് അങ്ങനെ ചോദിക്കും. വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പതുക്കെ. അന്ന് കൊച്ചിന് മേജിക്ക് കാണിച്ചെന്ന അങ്കിളില്ലേ, അങ്കിളിൽ അന്വേഷിച്ചു വന്നാണ്. എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ചേച്ചി അങ്കിളുടെ ആരാ? ഹലോ, ഇത് എന്തൊരു ഉറക്കായത്? ഞാനത് നല്ല ലേറ്റ് ആയിട്ടാ കിടന്നേ. നമ്മുടെ ദേശാടന പക്ഷി എത്തിയിട്ടുണ്ട്. അന്വേഷിച്ച് നടന്നില്ലേ? ആള് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന്. ഇവിടെ ചേട്ടാ, ഈ ബ്ലോക്ക് ഇപ്പൊ എങ്ങാനും മാറൂ? എന്റെ പൊന്ന് ചേച്ചി, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, ഡോക്ടറെ കണ്ടാൽ മതി. ഇതിനൊരു മരുന്ന് മാർഗമില്ല. പിന്നെ ചേച്ചി അത്ര ബിസി ആണെങ്കിലേ ഈ വഴി നേരെ പോയാൽ മതി. ഓക്കെ, വേണ്ട ചേച്ചി, ബ്ലോക്കിന് പൈസ വേണ്ട, ഫ്രീയാ. താങ്ക് യു. ഇവിടെ പലതും നടക്കും. ഇതോടാ നോക്കുന്നേ, ഒരൊറ്റ റൂം നമ്പർ 66. Yes, come in. ആരെങ്കിലും കാണും. ഇങ്ങോട്ട് കേറി വാ. Come on, baby. പോവാൻ എന്നെ എത്ര ധൃതി. ഓക്കെ പെങ്ങളെ. അറുപത്താറിലെ സോജൻ ചേട്ടനെ കാണാൻ ഇവിടെ ചില കോളേജ് പിള്ളേർ വരും. അവരാന്നാ മാനേജർ വിചാരിച്ചത്. ആളുടെ കൂടെയുള്ള കൊച്ചിയതായിരുന്നു. അതിൻ്റെ ഒരു കൂട്ടുകാരിയാ. കാണാതെ പോയ മേരി ചേച്ചി അറിയൂ? മേരി ചേച്ചിയുടെ മോളാ. ഇന്നലെ രാത്രി തൊട്ട് ചേട്ടായി ഇവിടെ ഉണ്ട്. ഇനി എപ്പോൾ തിരിച്ചു വരും? എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയാൻ പാടില്ല. കുറച്ചു മുമ്പ് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ പോയത്.
പേടി എന്തിനടി ചെല്ല് ഇത് നല്ല ആംഗിളാ എന്താണ് ബാലംപിള്ളേ? തന്നെ അവളുടെ അപ്പനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നുണ്ട്. ആര്? മേരിയുടെ മോളെ. അവൻ തന്നെയോടാ അകത്തുണ്ട് സാറേ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. എന്താ സാറേ ഇത്? ജീവിക്കാൻ വേണ്ടി നീ എന്റെ ഭാര്യയെ കൊണ്ട് കളഞ്ഞു പോരാ. നിനക്കിപ്പോ എന്റെ കൊച്ചിനെ വിടാനടാ. പോച്ചിട്ടുവാടാ. ബാലംപിള്ളേ അവളെ കൊണ്ടുപോക്കോ. ഇത് വലിയൊരു സാറാ. അതുകൊണ്ട് ഇവരൊക്കെ എന്ത് തറവയും കാണിക്കാന്നാണ്? നിന്റെ കൊച്ചിന് എത്ര വയസ്സുണ്ടാ? ഇവക്ക് 12 വയസ്സേ ഉള്ളൂ. സബാനെ ഞാനവളെ കൊണ്ടുപോവാ. എന്നെ അന്വേഷിച്ച് വന്ന പിന്നെ ഒരാൾക്ക് നിന്നെ അന്വേഷിച്ച കിട്ടിയാല. ഇത് നമ്മൾ തമ്മിലുള്ള ഈ മീറ്റിംഗ് മറക്കാതിരിക്കുന്നു. കാറ്റിനെ പിടിക്കാൻ നോക്കുന്ന പോലെ അവന്റെ കാര്യം പിടികിട്ടത്തില്ല. ചെറിയൊരു തണുപ്പൊക്കെ തന്ന് അങ്ങ് കടന്നു കളയും. മോൾക്ക് വിഷമമുണ്ടല്ലേ? ഇവിടെ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഒരു സുന്ദരി പെൺകൊച്ച് നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന്. അത് കേട്ടാ ചിരിയിരിച്ചു. അമ്മയില്ലാതെ വളർന്ന പയ്യനാവൻ. അതിൻ്റെ ആയി കുസൃതിയൊക്കെ. പിന്നെ 10-15 വയസ്സ് വരെ അവൻ എൻ്റെ കൂടെ കുറേ ട്രാവൽ ചെയ്തു. ആൻഡ് ഹീസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. അവൻ്റെ മീനിലുള്ളത് അതിൽ നിന്ന് കിട്ടും. ഞങ്ങൾക്കിടയിൽ അപ്പൻ മകൻ റിലേഷനൊന്നും ഇല്ല കേട്ടോ. 2 കൂട്ടുകാരുടെ സ്പേസ് അത് എപ്പോഴും ഉണ്ട്. പ്രാന്തൻ അപ്പൻ വളർത്തിയ മകന് പ്രാന്തനാവാതെ പിന്നെ ആരാവാൻ പറ്റും? അയ്യോ സെറ്റ്, ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാ. വരുന്നോ? അവനായിരിക്കും. വാ. ഹലോ മോനെ. അപ്പാ അപ്പൻ നിന്നെ തന്ന. അതെ, കള്ളൂടെ നിർത്തിയോ? പിന്നെ ഒരാഴ്ചയായി കടലിനെ കാമുകയെ പോലെ കാണൂ. ഹാപ്പി ആയിട്ടിരിക്കും. ആ ചാവാൻ പോയ പെങ്കൊച്ച് ചേച്ചിയാണോ? അല്ലല്ലേ, രാത്രി ആവുമ്പോൾ ശരിക്കും മുഖം കാണാൻ പറ്റിയില്ല. കൊള്ളാട്ടാ. ആ വീട് എവിടെയാ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഇന്ന് രാത്രി പറ്റില്ല. ഇന്ന് രാത്രി എനിക്കൊരു ഗൾഫാൻ്റെ വീട്ടിൽ പോലെ. നാളെ പോവാം. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. രാത്രിയല്ല, ഇപ്പോ. പകലോ? അയ്യോ, പകലോ എനിക്ക് വഴിയേറ്റും ചേച്ചി. ഇതാണോ അല്ലെങ്കിൽ അതാണോ?
ഇതാണ് ചേച്ചി, ഉറപ്പാ ഇതന്നെ. താങ്ക്സ്. അതല്ല ഇതാ ചേച്ചി. ചേച്ചി സാറിനാരാ? നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടായി. ഹലോ, നീ എവിടെയാ? ഹലോ ഹലോ ചോദിച്ചോ കേട്ടില്ലേ? ഹലോ കഴിഞ്ഞ 2 ദിവസമായി നിന്നെ ഞാൻ വിളിക്കാം. നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അയ്യോ ഓക്കെ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അതിന്റെ വൈഡും കൂടി എടുത്ത് ക്ലോസ് ചെയ്തു. നീ എന്തിനാ കനിയുടെ വീട്ടിൽ പോയെ? ചാരപ്പണിയൊന്നുമല്ല, പത്രക്കാർ ഒരുപാട് കയറിയിറങ്ങിയ വീടാ അത്. അത് ഞാൻ ആ കഥയുടെ ബാക്കി. ഒരു കഥയും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളും. നിന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്താ അതിലുള്ളേ? എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. ടെസ്സെ അറിയോ? ഇവിടെ വന്നിരുന്നു. എപ്പോ? 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് വരുമെന്ന് അറിയില്ലല്ലോ. ഇന്ന് രാവിലെയാ പോയത്. എന്തിനാ ഈ ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ? എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത്? ഏയ്, ഞാൻ ആരും കളിപ്പിക്കുന്നൊന്നുമില്ല. അതിനെ ഇത്ര സിമ്പിളായിട്ട് കാണല്ലേ? എനിക്കറിയാം ടെസ്സ, എനിക്കറിയാം. എന്നെ അന്വേഷണം നടക്കുന്നതും ആ മുറി താമസിക്കുന്നതൊക്കെ. എന്നെക്കുറിച്ച് കേട്ട കഥകളിൽ നിന്നും ആ കുട്ടി ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഇമേജ് എന്താ എനിക്കറിയില്ല. അതൊരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നെങ്കിൽ ആ കുട്ടി നിങ്ങളെ അന്വേഷിച്ച് ഇത്ര ദൂരം വരില്ലായിരുന്നു. എൻ്റെ അമ്മോ, ഡോക്ടറോട് തർക്കിക്കാൻ ഞാനില്ലേ. ഒരടുക്കും ചിട്ടയില്ലാത്ത ജീവിതം എൻ്റേത്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ. ഇനി അതൊക്കെ ആയിക്കൂടാന്നില്ലല്ലോ. പനി പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കൂട്ടിനൊരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിലോ. ഒരാൾ കൂടി പനി കൊടുക്കാമല്ലോ. ഞാൻ തർക്കിക്കാനൊന്നും പറയുമല്ല. നിങ്ങൾ എന്നോട് കാണിച്ച അതേ കൺസേൺ മാത്രം എനിക്ക് ടെസ്സയോടുള്ളത്.